ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും മെക്സവന്റെ പിന്നാലെയാണ്. മെക്സവന് പോപ്പുലർ ഫണ്ടുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ തുടക്കം കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹമായിരുന്നു ഇതാദ്യമായി പൊതു ഇടത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുമായി മുന്നോട്ട് വന്നത്, ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പിന്നീട് ഇപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ്. കാരണം ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ INL-ന്റെ നേതാവ് അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ളവർ ഈ പാർട്ടിയുടെ നിലപാടിനെതിരായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നാം കണ്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പാർട്ടിയുടെ ഈ നിലപാട് മാറ്റത്തിനുള്ള കാരണം എന്തായിരിക്കും? ഇത് നമ്മൾ ഈ മറ്റു വാർത്താ മാധ്യമങ്ങളൊന്നുമല്ല ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പി മോഹനൻ, അതായത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, വളരെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, ഒരു ജില്ലയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുകയാണ് മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ സംഘടന ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ആ വ്യായാമ സംഘടനയ്ക്ക് മലപ്പുറത്ത് തന്നെ ഏതാണ്ടൊരു 1000 യൂണിറ്റുകളും ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മെക്സവൻ ആർക്കും ഇതിൽ ചേരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു രൂപമാണ് എന്നും മോഹനൻ പറഞ്ഞു. അതിനടുത്ത ദിവസമാണ് ഈ നിലപാട് മാറ്റിയിരിക്കുന്നത് CPM. ഇത് എനിക്ക് തോന്നുന്നു ഇത് മുകൾ തട്ടിലേക്ക് ചർച്ച വ്യാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പി മോഹനൻ നിലപാട് മാറ്റിയത്. നോക്കണേ, കൃത്യമായിട്ട് മോഹനൻ പറഞ്ഞ കാര്യമാണ്. ഒന്നും ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും അല്ല പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് എണ്ണി അക്കമിട്ട് കൃത്യമായി പറഞ്ഞ കാര്യമാണ് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നിരോധിത സംഘടനയാണ്. ആ നിരോധിത സംഘടന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അറിയാം നമുക്ക്. അത് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് ആലപ്പുഴയിലും കോഴിക്കോടും ഇവര് വലിയ റാലി സംഘടിപ്പിച്ച് അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ മുഴുവൻ കോടതി വരെ ഇടപെട്ടതാണ്. അറസ്റ്റ് ചെയ്യണം എന്ന് വരെ കോടതി പറഞ്ഞിട്ട് പോലും ഇവിടെ സർക്കാർ അതിനകത്ത് യാതൊരു നടപടിയും എടുത്തില്ല. ഒടുവില് കോടതി വളരെ അതിശക്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ ചില അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷെ ഇതിന് പിന്നാലെ കേന്ദ്രം ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. എന്ത് പറ്റി? അതിന് പിന്നാലെ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി ഒരു രാത്രി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അമരക്കാരെ മുഴുവൻ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇവിടെ കേരളത്തിലെ പോലീസുകാർ അറിഞ്ഞില്ല. ഇവിടുന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് അവരറിയുന്നത്. അത് വളരെ ബോധപൂർവം അങ്ങനെ ചെയ്തതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ വാർത്ത പുറത്തേക്ക് വ്യാപിക്കുകയും അങ്ങനെ ഇത് ലീക്കായി കഴിഞ്ഞാൽ ഇവർ പലരും രക്ഷപ്പെടുകയും ചെയ്യും. അതിന് പിന്നാലെയാണ് കേന്ദ്രം ഇതിനെ നിരോധിത സംഘടനയാക്കി, ഒപ്പം അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ കണ്ടുകെട്ടുകയും ഇനി ഇത് മുളച്ചു പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ തട്ടിലുള്ളവരെ മുഴുവൻ അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ ഈ മേൽത്തട്ടിൽ നിന്ന് അറസ്റ്റോ അവർക്ക് എന്തെങ്കിലും ജീവഹാനിയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ അടുത്ത നിര ഇങ്ങനെ കയറി വരും. അങ്ങനെയാണ് അവർ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെയാണ്. നമ്മളിപ്പം ഇസ്രായേലിനെ എതിരിടുന്ന ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ കാണുന്നില്ലേ? അവരുടെ തലവന്മാർ എത്ര പേര് പോയിട്ടും അടുത്തത് ഇങ്ങനെ കൂണ് മുളയ്ക്കുന്നത് പോലെ ഇങ്ങനെ മുളച്ചു വരികയാണ്. അത് ചാവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടും കേരളത്തിലെമ്പാടും. അപ്പൊ ഈ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിലും ഈ ഭീകരവാദ സംഘടനയൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് നിരോധിച്ചതെന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് ആ നിരോധനം ഉണ്ടായത്. പക്ഷേ അതിനെ ഇതിന്റെ മേൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല. ഇതിന് മേൽ തുടരന്വേഷണമുണ്ട്. ഇത് വളരുന്നുണ്ടോ വീണ്ടും എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഈ പി മോഹനൻ ഇത് പറയുമ്പോൾ എനിക്ക് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ തന്നെ ഒരു പേരിൽ തന്നെയാണിത്. അവര് തന്നെയാണ് അവരെ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും എതിരായിട്ട് പിണറായി വിജയൻ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുകയുണ്ടായി. അവരെ ലീഗ് ചേർത്ത് നിർത്തുന്നു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയും നടത്തി. എന്തിനു വേണ്ടിയാണ്? ഈ ന്യൂനപക്ഷത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പൊതു സമൂഹത്തിൽ കൊണ്ടുവരിക. അപ്പോൾ ഈ ഹൈന്ദവ വോട്ടും ക്രൈസ്തവ വോട്ടുകളും LDFിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയാണ് പിണറായി നടത്തിയത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായിട്ട് ഇത്തരത്തിലുള്ള പി മോഹനന്റെ ഈ വെട്ടി തുറന്നു പറച്ചിലുകൾ അത് പാർട്ടിക്ക് ദോഷമായി മാറും എന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടാണ് ഈ പിറ്റേ ദിവസം ഈ നിലപാട് തിരുത്താൻ തയ്യാറായത്. എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഇത്തരം വ്യായാമ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ രൂപം കൊടുത്ത 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ഒരു അഡ്മിൻ സ്ഥാനത്ത് നിന്ന് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്നും മോഹനൻ പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കണേ, കൃത്യമായിട്ട് മോഹനൻ വെറുതെ അങ്ങ് ചപ്പളാച്ചി അടിച്ചൊന്നുമല്ല, ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ്. മലപ്പുറം ഭാഗങ്ങളിൽ എമ്പാടുമായിട്ട് 1000 യൂണിറ്റുകൾ വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ വ്യായാമ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർക്കും ഒരു സംശയമില്ല. ഇപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ഇപ്പൊ പലയിടങ്ങളിലും യോഗയുണ്ട്. പ്രത്യേകിച്ച് ഈ ജീവിത ശൈലി രോഗങ്ങളൊക്കെ മാറി വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ വ്യായാമ കൂട്ടായ്മയുടെ പ്രസക്തി ഏറുകയാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ തന്ത്രപൂർവം ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഗ്രൂപ്പിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരികയും അത് ഈ പറഞ്ഞ ഒരു തീവ്രവാദ സംഘടനയായി മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അതേ പറയുന്നുണ്ട്, 1000-ഓളം ക്ലബ്ബുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ബീച്ചിലും മറ്റും വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നാണ് മോഹനൻ പറയുന്നത്. ഇത്രയും കൃത്യമായിട്ട് മോഹനൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഇത് തിരുത്തിയതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഇത് തന്നെയാണ്. ഇവരിലൂടെ ഈ ന്യൂനപക്ഷത്തെ അകറ്റി നിർത്തുന്ന അത് രീതി വേണ്ട. ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഒരു കാലത്ത് സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്നത് ആരാണ്? കേരളത്തിലെ 2 മുന്നണികളുമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ആരിഫിന്റെ വിജയം എന്ന് പറയുന്നതിനകത്ത് പോപ്പുലർ ഫ്രണ്ടിന് നിർണായക സ്ഥാനമുണ്ട്. വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് ആരിഫ് വിജയിച്ചത്. അമ്പലപ്പുഴയില് അത് ഇതൊക്കെ സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. VS അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പരിശീലനം നടക്കുന്നുണ്ട്. ഇത് വളരെ സൂക്ഷിക്കേണ്ടതായ കാര്യമാണ്. ഇവരെയൊക്കെ തന്നെ ഒരേ വേദിയിൽ ഇരുത്തിയിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മത തീവ്രവാദ സംഘടനകളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്. കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ഇവരെല്ലാവരും ഈ മുന്നണികളെല്ലാം തന്നെ ഹാലിളയല്ലോ, പ്രസ്താവനകൾ ഇറക്കുന്നു. സാംസ്കാരിക നായകര് പ്രസ്താവന ഇറക്കുന്നു. എന്താണ്? ഇത് സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തലാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള. ഇവരിവിടെ നടത്തിയിട്ടുള്ള മുദ്രാവാക്യം കയ്യും വെട്ടും അല്ല അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് വിളിച്ചവരാണ് അല്ലെ. അന്നേരം ഒന്നും ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരും തയ്യാറായില്ലെന്നുള്ളതാണ്. അപ്പൊ അത് എത്രത്തോളം ഭീകരത ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം പി മോഹൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തിരിഞ്ഞത് എന്നുള്ളത് വളരെയധികം ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്.